ഈ ജയറാമിന്റെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല, ജയറാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അന്ന് ജയറാം ഈ ഫംഗ്ഷന് വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് പലകയിൽ അടിച്ച് ചീത്തയാവാതിരിക്കാൻ പലകയിൽ അടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ആ സമയത്ത് ജയറാമിന്റെ വീട്ടിൽ വെച്ചാണ് പലകയിൽ അത് അടിച്ചത്. വീരമണിയായ ജയറാമിന്റെ വീട്ടിൽ വന്നിരുന്നു. കാര്യം അന്ന് കമ്പനിയിലും വന്നിരുന്നു, ഇവിടെയും വന്നിരുന്നു. അതൊരു പ്രദർശന വസ്തു ആക്കിയിട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ അതായത് ഇത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകരുതെന്നോ ഇത് അവിടെ നിന്ന് ഡയറക്റ്റ് ഇവിടെ തന്നെ എത്തിക്കണമെന്നൊരു നിർദ്ദേശമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിന്റെ ഈ ഇങ്ങനെയുള്ള ലീഗൽ സൈഡൊന്നും നമ്മളും ചിന്തിച്ചില്ല. അതായത് അപ്പൊ അവര് പലകയിൽ ഫിറ്റ് ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുപോയിരുന്നു. അന്ന് ജയറാമിന്റെ വീട്ടിലും അത് വച്ച് തന്നെയാണ് അത് ചെയ്തത്. ഇല്ല സർ, കാര്യം മറ്റൊന്നുമല്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല. ഇല്ല, നിങ്ങളോടുള്ള ഇല്ല, അതുകൊണ്ടല്ല, നിങ്ങളോടുള്ള സൗഹൃദം കൊണ്ട് മാത്രമാണ്. കാര്യം ഞാൻ എന്താണെന്ന് അറിയാം, മാധ്യമങ്ങൾ എന്ത് പറയുന്നതിലും എനിക്ക് വിരോധമില്ല. പക്ഷെ എന്റെ അഡ്വക്കേറ്റ് നിർദ്ദേശിച്ചിരിക്കുന്നു. കാര്യം ഞാൻ എന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന് ഞാൻ മാധ്യമങ്ങളോ മറ്റൊരാളോ എന്നുള്ളത്, എനിക്ക് കോടതിയിൽ എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ സംസാരിക്കുന്നത് തന്നെ തെറ്റാണ്. എന്നാലും നിങ്ങൾ ഇത്രയും പേര് രാവിലെ വന്നതുകൊണ്ടും ഇത്രയും പേര് നിങ്ങളെ നിർത്തി ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് തന്നേ ഉള്ളൂ. ഇതാണ് എന്റെ അഭിപ്രായം. ഇതിന് മുകളിൽ ഒരു ചോദ്യം ചോദിക്കേണ്ട. അത് ഞാനൊരു കാര്യം പറയട്ടെ, ആക്ഷേപം ആർക്കും പറയാം. എനിക്ക് അങ്ങനെ ഒരു പൈസ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയവരിൽ നിന്നൊരു മൊഴി എടുത്തിട്ട് ചോദിച്ചാൽ ഞാൻ അവരിൽ നിന്ന് വാങ്ങിയോ ഇല്ലയോ എന്ന് പറയും. കീഴ്ശാന്തിയുടെ പരികർമ്മിയായിരുന്ന അങ്ങ് ഇറങ്ങുന്നു, പിന്നീട് ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു വലിയൊരു ഒരു സ്പോൺസർ ആയിട്ടാണ് പിന്നീട് അവിടേക്ക് അവതരിക്കുന്നത്, അവിടെ എത്തുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അതിനെന്താണ് എത്രത്തോളം വസ്തുതയുണ്ട്? ഞാൻ 1999 ഒരു വിവാഹം കഴിച്ചു. ആ പെൺകുട്ടി, ഇതൊക്കെ എന്റെ ജീവിതത്തിന്റെ പേഴ്സണലായിട്ടുള്ള കുറെ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ആ ഇൻസിഡൻസ് വന്ന സമയത്ത് ഞാൻ ശബരിമലയിൽ പോയി നിന്നിരുന്നു. അത് ശബരിമല നിന്ന സമയത്ത് ഒരു സർവീസ് എന്നുള്ള രീതിയിൽ പോയിരുന്നു. 2 സീസണും 3 സീസണും പിന്നെ കുറച്ച് മാസപൂജയും. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് മാറി. അതിനു മുമ്പ് ഞാൻ ചെറിയ വസ്തുക്കൾ വാങ്ങിച്ച് ചെറിയ വീട് വെച്ചുമൊക്കെ കച്ചവടങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ്. അതിൽ നിന്ന് ചെറിയ ലാഭം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ പറയുന്ന മാതിരി 30 കോടിയുടെയും 50 കോടിയുടെയും ഒന്നും ഭൂമിയൊന്നും എന്റെ പേരിൽ ഇതുവരെയും വാങ്ങിച്ചിട്ടുമില്ല, അതിനുള്ള കപ്പാസിറ്റിയും ഇല്ല. പരികർമ്മിയായിട്ടായിരുന്നു അങ്ങ് അവിടെ. പിന്നീട് അവിടുന്ന് പുറത്താക്കി എന്നുള്ളത് അതിപ്പോ നമുക്ക് വേറെ കാര്യമുണ്ട്. നമ്മൾ ഇറങ്ങിയാലും പുറത്താക്കുന്നതിലും 2 അഭിപ്രായം പറയാമല്ലോ. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്താക്കി എന്ന് പറഞ്ഞാൽ സഹായി എന്നെ കിശാന്തിയുടെ നിങ്ങൾ ആളോട് വേണം നിങ്ങൾ ചോദിക്കുക, എന്നെ പുറത്താക്കിയതാണോ. ഈ പീഠം കാണാതായി അങ്ങ് പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു? പീഠം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഠം കാണാതായി എന്ന് പറഞ്ഞതല്ല. പീഠം ശരിക്ക് 2021 ശബരിമല കൊടുത്തിരുന്നു. ശബരിമല കൊടുത്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി. അന്ന് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രീ വാസുദേവൻ എന്ന് പറഞ്ഞ ആളിനെ ആണ് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം നമ്മുടെ അടുത്തൊരു സുഹൃത്താണ്. ചില തടി വർക്കുകൾ അദ്ദേഹം ചെയ്യാറുണ്ട്. അദ്ദേഹവും കാർപ്പൻറ്ററും കൂടെയാണ് അന്ന് അവിടെ ചെന്നിരുന്നത്. അന്നോ അതിനടുത്ത ദിവസങ്ങളിലോ ചെന്നിരുന്നത്. അത് സൈസ് ആകാത്തത് കൊണ്ട് ഉദ്യോഗസ്ഥർ തന്നെ അദ്ദേഹത്തിന്റെ കൊടുത്തുവിട്ടു. അദ്ദേഹവും ഞാനും തമ്മിൽ, അത് കൊറോണ സമയമായത് കൊണ്ടത് അദ്ദേഹം ഞാനും തമ്മിൽ ചില കമ്മ്യൂണിക്കേഷൻ വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ സൂക്ഷിച്ചു. 2024 ഇത് വീണ്ടും ഗോൾഡ് പ്ലേറ്റ് ചെയ്യണം എന്നൊരു ആവശ്യം വന്നപ്പോൾ അദ്ദേഹം തന്നെയാണ് മെയിൽ എല്ലാം അയക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം അയച്ചിരുന്ന മെയിലിനകത്ത് ഒരു പീഠം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹവും ഓർമ്മിച്ചില്ല, ഞാനും ഓർമ്മിച്ചില്ല. അത് ഞാനൊരു സ്ഥലത്തും പരാതിയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്നോ ഒന്നും ഞാൻ പരാതി ഒന്നും പറഞ്ഞിട്ടില്ല. അത് വന്ന് 2024 ഞാൻ അയച്ച മെയില് ഹൈക്കോടതിക്ക് ദേവസ്വം ഉദ്യോഗസ്ഥർ ഹാജരാക്കിയ രേഖകളിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഹൈക്കോടതി നേരിട്ടാണ് ചോദിച്ചത് ഇങ്ങനെ ഒരു പീഠത്തെക്കുറിച്ച്. അതുപോലെ ഈ VVIP ദർശനത്തിനൊക്കെ ഇടയൊരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ശരിയാണോ? അതിപ്പോ മുമ്പ് സുനിൽസ്വാമിയെ കുറിച്ചും നിങ്ങൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. അപ്പോൾ ശബരിമലയിൽ വരുന്ന ഒരാള് സ്വാഭാവികമായിട്ടും ഒരു ദർശനത്തിന് ചോദിച്ചാൽ നമ്മളെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറയും. പക്ഷെ എന്ന് കരുതി VIP-കളെന്ന് പറഞ്ഞ് നമ്മൾ ആരെയും കൊണ്ടുപോയിട്ടില്ല. ഞാൻ ആരെയും കൊണ്ടുപോയി തൊഴിച്ചിട്ടില്ല. ഞാൻ വർഷത്തിൽ 2 തവണ മാത്രമേ പോകാറുള്ളൂ.